എന്താ നമ്മുടെ ഇവിടെ ഇപ്പോൾ സമയം എത്ര വെച്ചിട്ടാ 10 മണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ആ പൂവ് കണ്ടോ, അതാ കണ്ടോ ഒരു പൂവ്, എന്ത് ചന്താണ് ഈ ആ പൂവ് കാണാൻ വെച്ചിട്ടാ. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തമ്മ അതിൻ്റെ പേര്? അതാ പൂവ് കണ്ടോ ആ മുകളിലുള്ളത്, അതാ ഉണ്ടോ ശീമക്കൊന്നയുടെ പൂവ്. നല്ല രസമുണ്ടല്ലേ കാണാന്. ശീമക്കൊന്ന കൊതു വരുന്ന സമയത്തൊക്കെ നല്ലതാണ് കേട്ടോ. അത് പുകച്ചാൽ കൊതു വരില്ല. അപ്പം നമ്മളിന്ന് കൂട്ടാൻ വെക്കുന്നത് പരിപ്പും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ. നോക്കുമ്പോൾ എന്നാണെങ്കിലോ പച്ചക്കറി ഇതേ ഉള്ളൂ. അപ്പം അത് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു കുറേ ഒരു ദിവസം മുളക് മല്ലി അരച്ചിട്ട് വെക്കും, ഒരു ദിവസം കുറച്ച് തേങ്ങ അരച്ച് കൂട്ടിയിട്ട് വെക്കില്ലമ്മ. പക്ഷെ അന്നൊക്കെ ഈ അമ്മിയിൽ അരച്ച് ഇങ്ങനെ വെക്കുമ്പോഴേ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം അതാ നമ്മുടെ ഇവിടെ ആകെ വരുന്നൊരു വണ്ടിയാണ് കേട്ടോ. പരിപ്പ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലും ഉണ്ടോ ഈ കറി? നമുക്ക് വറുത്തരച്ചിട്ട് വേണമെങ്കിൽ വറുത്തരച്ച് വെക്കാം കേട്ടോ. ഞാൻ വറുത്തരച്ചിട്ടല്ല വെക്കുന്നത്. ഞാൻ വേഗം കരടി വറുത്തരച്ചിട്ടല്ല കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട്. തുറന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു കരട് വീഴും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കറി ഉണ്ടാക്കട്ടെ. ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ വന്നിരുന്നു കേട്ടോ. തൃശ്ശൂർ വന്ന് അവിടെ എന്തിനാ വന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കൂടെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. തൃശ്ശൂർ വന്നിരുന്നു. തൃശ്ശൂർ നമ്മൾ ഒരു 3 മണി മുതൽ വൈകുന്നേരം ഒരു 8 മണി വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കുറേ പേര് പറഞ്ഞതാണ് തൃശ്ശൂർ വരുമ്പോൾ പറയുകൊണ്ടു കാണാനാണ് എന്നുള്ളത്. പക്ഷെ അത് പെട്ടെന്ന് വിചാരിച്ച ഒരു തീരുമാനമായതും കൊണ്ട് നമുക്ക് ആരോടും പറയാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് പിന്നെ സമയവും കിട്ടിയില്ല, എവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനുള്ള സമയം കിട്ടിയില്ല. ഇനി നമ്മൾ വരുമ്പോൾ തൃശ്ശൂർ വരുമ്പോൾ എന്തായാലും പറഞ്ഞിട്ടേ വരുള്ളൂ. നമ്മളെവിടെ പോയതേട്ടാ? സ്ഥലപ്പേര് നമുക്ക് അറിയണില്ല കേട്ടോ. നമ്മുടെ ഒരു തൃശ്ശൂരും ആ ഭാഗത്തേക്കൊന്നും വലിയ ബന്ധമില്ല. അതുകൊണ്ട് തൃശ്ശൂർ ആകെ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. തൃശ്ശൂർ അറിയില്ല. അപ്പോൾ തൃശ്ശൂർ നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് കൂട്ടുകാരൻ്റെ വണ്ടിയിലാട്ടോ, കാറിലാട്ടോ വന്നത് ഞങ്ങൾ. അപ്പോൾ അവന് അറിയും കൊണ്ട് അവിടെ നമ്മളെത്തിയില്ലേ. തൃശ്ശൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറേ പോകണം കേട്ടോ. എവിടെ സ്ഥലം? അയ്യോ സ്ഥലം ചോദിച്ചില്ല. കല്ലൂരോ എന്തോ സ്ഥലപ്പേര് എനിക്കറിയില്ല. സ്ഥലപ്പേര് അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് പോവായതും കൊണ്ട് നമുക്ക് സ്ഥലം മനസ്സിലായില്ല. ഇനി വരുമ്പോൾ പറയാട്ടോ. നമ്മൾ വലിയൊരു മാളിൽ പോയി കഴിഞ്ഞപ്പോൾ 2-3 ചേച്ചിമാർ വന്ന് സംസാരിച്ചു കേട്ടോ. ആ മാളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ജോസ്നല്ലേ എനിക്കൊരു സമ്മാനം വാങ്ങി തന്നു കേട്ടോ. നമ്മളോട് വന്ന് എന്നെ അവിടെ നിന്ന് കണ്ടിട്ട് വേഗം വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു ഫാൻസിയിൽ ഞങ്ങൾ കയറിയിരുന്നു. പക്ഷേ അവർ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. ചേച്ചിക്ക് ഒരു ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു വള വാങ്ങിത്തന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനേ. ഞാനിവിടെ ഇന്നലെ വന്നപ്പോഴേക്ക് തന്നെ ഇവിടെ 10:30 മണിയായിക്കണു. ആർക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല വാങ്ങിയത്. അപ്പം അത് നമ്മളൊന്നും വാങ്ങിയില്ല, അവർ വേഗം വന്ന് കൊണ്ടുവന്നു ഏട്ടാ. ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് ആൾക്കാരിയ്ക്കുമ്പോൾ അതാ ചേച്ചി പറഞ്ഞിട്ട് അവൻ്റെ അമ്മ ഇന്ന് ഇതിന് പോയിരിക്കുകയാണേ, അയൽക്കൂട്ട മീറ്റിങ്ങിനെ. എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ ഞാനില്ലേ ഇന്നലെ ഞാൻ ദൂരെ പോയി വന്നിട്ട് എനിക്ക് വയ്യ. ADS വേറെ സോയാബീൻസ് സദ്യയായിട്ട് നാളെ വറുത്തിട്ടും കഴിച്ചില്ല. നാളെ ചോദിച്ചിരുന്നു എന്തിനാ എത്ര എണ്ണാന്ന്. നമ്മൾ അത് നിങ്ങൾക്ക് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടേ, ഞങ്ങൾ പൊന്നൂസ് അടക്കം ഇങ്ങനെ പെറുക്കി ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തും കൊണ്ടാണ് കേട്ടോ എണ്ണ.
നമ്മുടെ ഈ അടുപ്പ് കണ്ടോ, ഇതാ ഇന്നലെ ചെറുതാക്കിയതാണ് കേട്ടോ അമ്മ, മണ്ണൊക്കെ ഇട്ടിട്ട്. മറ്റേത് അടുപ്പിൻ്റെ വായ വലുതായിട്ടേ ഇനി 4 ദിവസം വലിയ വർഗ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും പറഞ്ഞല്ലേ. എന്താ അടുക്കളയിൽ സുഖമായി കത്തുന്നൊക്കെ ഉണ്ട്, പക്ഷെ എങ്ങനെ കത്തിയാലും പുക ഉണ്ട്. അപ്പൊ ആ പുക ഇങ്ങനെ ഉള്ളിൽ പോയിട്ട് എത്ര വേഗം ഒരു ദിവസം അതവിടെ കത്തിച്ചപ്പോഴേക്കും ഇതിപ്പോ അതന്നെ പ്രശ്നം. ഇതിപ്പോ ടാർപ്പായിട്ട് കഴിഞ്ഞാൽ ഫുള്ള് പുക ഉള്ളിൽ കയറുള്ളൂ. ഇപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് വരില്ല. ഇപ്പൊ കേറില്ല, അതിനൊക്കെ അതന്നെ ഇപ്പൊ കേറില്ല. ഇനിയിപ്പോ ടാർപ്പായിട്ട് കഴിഞ്ഞാൽ കയറും. അല്ലെങ്കിൽ അവിടേക്ക് മാത്രമായിട്ട് ടാർപ്പായോ ചെറുതുമായി കെട്ടേണ്ടി വരും. വെയിലത്ത് പറ്റൂല, വെയിൽ ചൂടായി എത്ര കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. ഈ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റുമോ? അതാരെ വരുന്ന നോക്കിയേക്ക, ഈമക്കുട്ടി കിച്ചു കിടക്കുക, കടന്നുറങ്ങ. ഞാൻ ഇന്ന് കിച്ചു ലീവാക്കിക്കടാ, ഇന്ന് പോണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ ഇന്ന് പോകണം പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിട്ട് അവൻ പോയതപ്പം. ഇന്ന് രാവിലെ എണീറ്റ് പൊക്കോട്ടെ, അതിന് മടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോവാതെ. അവന് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഈ പോണ്ടെന്ന് പറഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഞാൻ വിചാരിച്ച് ഇത് ശനി ഞായറും മാത്രല്ലല്ലോ, തിങ്കളും മുതലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുട്ടിക്ക് ഒരു ദിവസം കടന്നുറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞ. അങ്ങനെ കടന്നുറങ്ങാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവൻ കടന്നുറങ്ങില്ല. പിന്നെ ഇത് പോയി വന്നിട്ട് കിടന്നുറങ്ങാലോ, ഉറങ്ങിക്കോട്ടെ. അവന്റെ ഒരൊറ്റ ഇഷ്ടത്തിന് പോവുക കേട്ടോ, ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ. നമ്മുടെ ഇഷ്ടമല്ല. ഇനി അച്ഛന് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഡാൻസ് പഠിക്കാൻ പോകണം പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ സത്യം പറയാച്ചാലേ അനിയേട്ട ഓടേണ്ടി വരും എല്ലാറ്റിനും. ഇപ്പം അമ്മുട്ടിയും പറയുന്നുണ്ട്, അമ്മൊന്നും ഒന്നിനും സമ്മതിക്കാത്ത ആളാട്ടോ. ഒരു കുട്ടികളില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 300 രൂപയുള്ളൂ ഇത്ര ഒരു മാസം. 300 രൂപയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് നമുക്ക് ആ 300 രൂപയല്ലേ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, 2 കുട്ടികളും കൂടി ആകുമ്പോൾ. ഇത് കിച്ചൂരെ പഠിപ്പിക്കണതില്ലേ 10 രൂപ പൈസ വേണ്ട കേട്ടോ. ആ സാറ് എത്ര 80 കുട്ടിയോളം പഠിപ്പിക്കുന്നുണ്ട്. എന്താ അത് വലിയൊരു ഉപകാരമല്ലേ ചേട്ടാ കുട്ടികൾക്ക്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ഉള്ളി അതന്നെ പറയണ. അത് മിലിറ്ററിക്കാരെന്ന് പറയുമ്പോ അങ്ങനെ തന്നെയാണ്. അവർക്ക് നാട്ടിൽ സ്നേഹിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതില് വരികയാണ്. ഇവിടെ വരുന്നവർക്ക് ഇവിടെയുള്ളവർക്ക് ഒരു ചൂടും പാടില്ലാതെ കുട്ടികൾക്കൊരു. പക്ഷെ നമ്മുടെ കിച്ചൂട്ടന് നല്ലൊരു ഉഷാറുണ്ട് കേട്ടോ. അത് ഞാൻ വിചാരിച്ച് കിച്ചൂട്ടൻ മടിയനായിരിക്കുന്നതാണ് കേട്ടോ വിചാരിച്ച്. പക്ഷെ കിച്ചു പോവാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ദിവസം അവൻ ലീവ് എടുത്തിട്ടില്ല. ഇന്നലെ പോയി ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ ഇന്ന് അനിയേട്ടന് വയ്യ, എനിക്ക് എന്താ എല്ലാവർക്കും വയ്യ കേട്ടോ. രാവിലെ മുതൽ ഈ വെയിലത്ത് അതീനിയൊക്കെ നടന്നിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് വർക്കൗട്ടിന് പോകണില്ലല്ലോ, അപ്പം ഇന്ന് സുഖമായിട്ടൊന്ന് കടന്നുറങ്ങാലോ എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പം അവൻ ഇന്നലെ രാത്രി എന്നെ പറഞ്ഞേക്കണം, അച്ഛൻ എന്നെ കൊണ്ടേക്കണം, എന്നെ കൊണ്ടേക്കാതിരിക്കരുത് എന്നുള്ളത്. ചോദിച്ചില്ല ഞങ്ങളെവിടെയാണ് ചോദിച്ചില്ല അമ്മ വന്നിട്ട് അവിടെ അമ്മ ചോദിച്ചില്ലേ? രാത്രി 8 മണി വരെ ആർക്കും അത്ര ഉണ്ടായില്ല. 8-8:30 ആയപ്പോഴാണ് എവിടേക്കാ അച്ഛനും അമ്മയും പോയത്, എവിടേക്കാ അച്ഛമ്മ പോയി, എവിടേക്കാ അച്ഛമ്മ പോയി. എന്താ അമ്മ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് 3-4 പ്രാവശ്യം വിളിച്ചേക്കണം. എന്നിട്ട് രാവിലെ പോകുമ്പോ എന്നോടൊരു വാക്ക് അമ്മ പറഞ്ഞോ? ഒരു വാക്ക് എന്നോട് അമ്മ പറഞ്ഞോ? അമ്മ പോവാണ്. അതാണെങ്കിലോ ഇന്നലെ വലിയൊരു രസമുണ്ടായിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കൂട്ടുകാരൻ വരുന്നില്ല നിങ്ങൾ പോക്കോളിയും പറഞ്ഞതാ. അപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞെന്നറിയോ, വായോ നമുക്ക് ഇത് കൂടെയൊക്കെ, നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്, ഇത് കൂടെയൊക്കെ ഒന്ന് പോവുക വായോ പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ കൂട്ടുകാർ എന്നാ ശരിയെന്നും പറഞ്ഞിട്ട് വരികയും ചെയ്ത്. വരുമ്പോൾ എന്ത് പറ്റിയെന്നറിയോ, കാറിൻ്റെ ഉള്ളിൽ നിന്ന് താക്കോലെടുക്കാൻ മറക്കുകയും ചെയ്തു, ലോക്കാക്കുകയും ചെയ്തു. വണ്ടി ലോക്കാക്കുകയും ചെയ്തില്ലേ. എൻ്റെ ദൈവമേ,
പിന്നെ അതൊന്ന് തുറന്ന് കിട്ടാൻ പെട്ട പാട്. അപ്പക്കും ഇവർക്ക് രണ്ടുപേർക്കും നെഗറ്റീവായി. ഇവര് രണ്ടുപേരും ഞാൻ പറഞ്ഞു അത് എന്താ അല്ലെങ്കിലും വിചാരിച്ചാണ് ഇന്ന് തിരിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് എന്തെങ്കിലും തിരിച്ചിലുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും തിരിച്ചിലുകളല്ല, ഇത്രയല്ലേ പറ്റുള്ളൂ, വണ്ടി കേടുവരുമൊന്നും ചെയ്തില്ലല്ലോ, വർക്ക്ഷോപ്പുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലേ. എന്നിട്ട് പക്ഷെ അവിടെയുള്ള ആൾക്കാർ നല്ല മനുഷ്യന്മാരിട്ടോ, ഓരോരുത്തർ ഓരോന്നൊക്കെ ചെയ്ത് നോക്കി. ഈ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു നോക്കി, സ്കെയിൽ വെച്ച് താഴ്ത്തി നോക്കി. എനിക്ക് പേടി എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് പൊട്ടുമോ നമുക്കൊരു പേടിയാണല്ലോ, പൊട്ടുമോ എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താ വർക്ക്ഷോപ്പുകാരെ വിളിച്ച് വന്നു കേട്ടോ. വർക്ക്ഷോപ്പുകാരെ വിളിച്ച് വന്ന് അയാൾ വന്നപ്പോഴേക്കും ഒരു 2 മിനിറ്റും കൊണ്ട് ഡോറ് തുറന്നു തന്നു ഇല്ലേട്ടാ. അവർക്ക് പണിയറിയ 2 മിനിറ്റ് കൊണ്ട് എന്താ 2 സ്ക്രൂ പോലത്തെ സംഭവം ഇങ്ങനെ വെച്ച്, എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഒരു സാധനം എടുത്തിട്ട് ഒറ്റ തട്ടല്ല. അയ്യോ ഒന്ന് കറണ്ടില്ല. ഇനി ഞേഞ്ഞം വേണോ? ഞേഞ്ഞമ്പൂ ഞേഞ്ഞൊക്കെ പൊന്നൂന. അപ്പൊ കൂട്ടായിയൊക്കെ വേണ്ടേ? നന്നായി. അതിനൊക്കെ കൂടി എവിടുന്ന് തേങ്ങ? അതിനൊക്കെ പോടെ എവിടുന്ന് ഞാൻ കത്തിരിക്കണം. അയ്യോ അത് സത്യം പറയച്ചല്ലേ, ആ ചോറ് ആരാലമ്മ കഴിക്കുക? മുളകും മല്ലിയും ഇതാ. പ്രിയ വായ, ഞാനും വരാ ഇടിച്ചക്കേ. അപ്പൊ നമ്മുടെ വീട്ടില് ഒന്ന് ഓരോന്ന് ഇട്ടിട്ട് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാലോ, അതിന് കിട്ടണ്ടേലമ്മ. മുളകും മല്ലിയും ഇതാ. ഇത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കട്ടെ. പന്നികളുടെ കഥ പറയാണ്. രാത്രി ഫുള്ള് പന്നികളെ കൂടെ. രാത്രി ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ മിഞ്ഞാന്ന് ഞാൻ കുഞ്ഞനെ ചോറ് കൊടുത്തിട്ട് കടിച്ചു പരത്തിയിട്ടൊക്കെ ഉണ്ടല്ലോ, മണ്ണൊക്കെ എന്താ മണ്ണ് മാതിരല്ലേ. അതിനെ കുഞ്ഞന് ചോറ് കൊടുത്തത് നല്ല വൈകിട്ടല്ലേ നാള് കൊടുത്തത്. അപ്പൊ ചോറ് കൊടുത്ത ദിവസം കൊടുത്ത അന്ന് ചെക്കനെയും കൊണ്ട് ഇവിടെ കൈ കഴുകാൻ വേണ്ടി വന്നപ്പോ 6-7 എണ്ണം ഉണ്ട് ഇത് കൂടെ ഇങ്ങനെ പോണു. എന്നിട്ട് ഞാൻ സതിയേട്ടനെ വിളിച്ചു, ഓടി വായോ നോക്കി വെക്ക് പറഞ്ഞിട്ട്. എന്താ ഓരോന്നത് അത്ര ഉണ്ട് ഇട്ട് മൂരിക്കുട്ടിയോട് അത്ര ഉണ്ട്. അത് നമ്മളെ മറ്റൊന്ന് കണ്ടു കഴിഞ്ഞല്ലേ. മണ്ണൊക്കെ മാറ്റിട്ട് തേങ്ങ അരക്കട്ടെ. എന്തൊക്കെ തെരച്ചിലാണോ തെരയില് വന്നിട്ട്. നമ്മള് പച്ചത്തേങ്ങയാണ് കേട്ടോ അരക്കണത്. തേങ്ങ കുത്തി തിന്നും, അതേപോലെ കാവത്ത് ചേമ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ ഇത്ര മതി. നമ്മളെ ഇവിടുത്തെ വാഴയൊന്നും കരുതിയിട്ടില്ല. പൊന്നോ ചാത്തപ്പനെ വിളിച്ചാ? ചാത്തപ്പോ അവ അവിടെ നിന്നോട്ടെ, ആട്ടണ്ടേ. വത്സരമ്മയുടെ വീട്ടിൽ പോയി കടക്കുട്ടാവൻ. ചാത്തപ്പന്റെ ചൂട്ടൊക്കെ കളർ വ്യത്യാസം വരാൻ തുടങ്ങി, വയസ്സായതിന്റെ തോന്നുന്നുണ്ട്. 8 വർഷമൊക്കെ കോഴികൾ നിൽക്കൂട്ടോ, 8 കൊല്ലം 8 വയസ്സ് വരെയൊക്കെ. നമ്മൾ വിചാരിക്കും നമ്മള് ഈ കടയിൽ നിന്ന് വാങ്ങണ കോഴിയില്ലേ 42 ദിവസം കൊണ്ട് നമ്മൾ കൂട്ടാൻ വെച്ചിട്ട് നമ്മൾ കഴിക്കില്ലേ, ഈ കോഴി ഇപ്പൊ എത്രയും നിങ്ങൾ വീഡിയോ കാണും പറയണില്ലേ 5 വർഷം. അവന്റെ അവന്റെ ചൂട്ടിന്റെ ഒക്കെ കളർ മാറിയത് കണ്ടോ? വയസ്സായിട്ടവന് 2-3 കൊല്ലം കൂടി കിട്ടുണ്ടാവും, നായക്കളൊന്നും പിടിച്ചില്ലെങ്കിൽ. അമ്മ പറയണോ മനുഷ്യന്റെ ഇതുപോലെ നേർച്ചൊക്കെയാണ്. നമ്മുടെ ഇവിടെ നാളെ ഒടമല നേർച്ചയാണ് കേട്ടോ. ഇതൊരു പള്ളി നേർച്ചയാണ്. നാളെ ഇപ്പം നമുക്ക് ആർക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ട. എന്താ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 12 കിട്ടി. ഇതാ കണ്ടോ കറി 3 മണിയൊക്കെ അല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് നേരത്തെ കിട്ടി, ഉച്ചയാകുമ്പോഴേക്കും കിട്ടി. ഇല്ലമ്മ
കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേർച്ച ചോറ് നേരത്തെ കിട്ടിയില്ലേ? ഇനി ഇങ്ങനെ നേർച്ചച്ചോറിന് പ്രത്യേക ടേസ്റ്റാ. നേർച്ചച്ചോറിന് പ്രത്യേക ടേസ്റ്റാ. നമ്മള് അമ്പലത്തിൽ വെക്കുന്നത് പള്ളിയിൽ വെക്കണൊക്കെ അല്ലേ, എത്ര നമ്മൾ അരച്ച് പനച്ച് വെച്ചാലും അതിന്റെ ടേസ്റ്റും ഇതിന്റെ ടേസ്റ്റും രണ്ടും രണ്ടാണ് കേട്ടോ. എവിടേക്കാ വടി എടുത്തിട്ട്? സുകന്യ എവിടെ ചോദിക്കുന്നുണ്ടാവില്ലേ, വിചാരിക്കുന്നുണ്ടാവില്ലേ. സുകന്യ ഇന്ന് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, 5 പേര് വേണം. എനിക്കപ്പോൾ ഇന്നലെ പോയി വന്നിട്ടേ. പ്രസിഡന്റാ സെക്രട്ടറിയാ ആരുമില്ല, ഒരംഗം അതിലുള്ള ഒരു അംഗമാണ് കേട്ടോ. ഞാനും ഒരു പ്രാവശ്യം ഞാൻ പ്രസിഡന്റായി. നല്ലത്, അംഗത്തിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾ പെടും. ഈ കുട്ടികളെ ഇട്ടിട്ട് മീറ്റിങ്ങിന് നടക്കണമെങ്കിലേ. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളെന്താണെന്ന് അറിയോ, ഓരോ മീറ്റിങ്ങും കാര്യങ്ങൾക്കും പോകാനും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ അത് ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, പോവുമായിരുന്നു. പിന്നെ ഇനി ആവശ്യങ്ങളുള്ളപ്പോൾ നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ല, പോകണം. പക്ഷേ എപ്പോഴെപ്പോഴൊന്നും കുടുംബശ്രീ ഉള്ളത് നല്ലതാട്ടോ. നമുക്കൊരു ലോണ്, പെട്ടെന്നൊരു ലോണ് കാര്യങ്ങൾക്കൊക്കെ നല്ലൊരാവശ്യമാണ്. ഇതാ പുളി ഒഴിച്ചുട്ടോ. പട്ടും എന്താ പട്ടാണ്ടേ, എന്താ മോട്ടർ ഇട്ടൊക്കെ? നല്ല മുടി കൊഴിയുണ്ട് ഇപ്പോൾ, കാറ്റും കൂടി വീശുമ്പോൾ എങ്ങനെ മുടി കൊഴിഞ്ഞു വരുന്നു പറഞ്ഞാൽ ഭയങ്കര. നമ്മുടെ ഇവിടെ ഏത് കറി വെക്കുമ്പോഴും ഈ പാലക്കാടുകാരുടെ ഒരു പ്രത്യേകതയാണ്, പുളിയില്ലാത്തൊരു സംഭവം ഉണ്ടാവില്ല. ഇത് നമുക്കിനി ഇറച്ചി വെക്കുന്ന പോലെ വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വറുത്തരച്ചിട്ട് അങ്ങനെ വെച്ചാലും നല്ല രസമാണ്. ഇറച്ചി സെയിം ഇറച്ചി വെക്കില്ലേ അതുപോലെ. ഒന്ന് തിളക്കട്ടെ ഇരുന്നിട്ട്. അയ്യപ്പോ തക്കാളി ഒന്ന് വേവട്ടെ. എവിടെ ചാത്തപ്പോ ആരും കാണാനില്ലല്ലോ. കണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലേ പൊന്നൂന്? ആരും കാണാനില്ലല്ലോ ചാത്തപ്പോ, ഒറ്റയ്ക്കായല്ലോ നീ. ചാത്തപ്പന്റെ ഒരു പെണ്ണ് എന്താ വിളിക്കുന്നുണ്ടോ? നന്നായി, ആരും വിളിയേക്കില്ല, ഒറ്റയ്ക്കാണ് തൊള്ളിട്ടോ. അതിനിപ്പം കാരണം മറ്റേ ചാത്തപ്പനെ കൊത്തിയത് ആട്ട് തന്നെയാണ് ചാത്തനെ. അത് നോക്കണോക്കിന്നെ, അവൻ മാത്രമാണ് ഇവിടുത്തെ രാജാവ്, വേറൊരാളെ പറ്റില്ല അവന്. കൊത്തി അവൻ ഇവിടെ ഇല്ല. അതാക്കണ്ടോ കൂണ് വാടാ. എന്താ ഒരു തിരക്ക്. ചക്കടാൻ പോവാണ്. ഈ രാവിലെ ആകുമ്പോഴേ ഇങ്ങനെ കൂകി ഒരു കൂട്ടര് ചോദിക്കുന്നത് കേട്ടേട്ടാ, എന്താ പ്രസി എപ്പോഴും വത്സലടുത്തി പറട്ടെ. വത്സലടുത്തിനെ കണ്ടിട്ടില്ലെങ്കിലും വത്സലടുത്തിന്റെ പേര് ഫേമസ് ആയി. ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നലെ ഇവിടെ ഉള്ളവര് വീഡിയോ കൂടെയൊക്കെ കുറെ വീഡിയോയിലൊക്കെ ബഹുതേര് പെട്ടിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് എന്താ നല്ല കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന എടുക്കണ്ട പറയൂ, അപ്പൊ നമ്മൾ എടുക്കില്ല. ഇന്നലെ പറയണത് നിങ്ങളുടെ തൊട്ട വീട്ടിലത്തെ വത്സലടുത്തീനെ എപ്പോഴും പറയില്ലേ, ഇനി ഒരു വീഡിയോയിൽ വത്സലടുത്തീനെ കാണിച്ചു കേട്ടോ എന്ന്. താലം ഒരു സെറ്റ് സാരി ഉടുത്തിട്ട് താലം പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കാണിപ്പാട്ട്. അതല്ലാണ്ട് ഉണ്ട് ചക്ക, കഴിഞ്ഞ കൊല്ലം ചക്ക കൊണ്ടെന്ന് തരുന്നതൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ ചക്കയും മാങ്ങ ഉണ്ടായ നമുക്കും ഉണ്ട്, നമ്മുടെ വീട്ടിൽ ചക്കയും മാങ്ങ. നമുക്ക് മാങ്ങ അധികം ഉണ്ടാവില്ല, ചക്ക ഉണ്ടായ അവർക്കും ഉണ്ട്. ആദ്യമൊക്കെ ഞങ്ങള് എന്താ ആദ്യമൊക്കെ കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പൊ പിന്നെ പറഞ്ഞു വെച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടില് ആള് സംഖ്യ കൂടിയില്ലമ്മ, അവരുടെ വീട്ടിലും. അപ്പൊ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോ തന്നെ ഇപ്പൊ കൊടുക്കലും വാങ്ങലൊക്കെ ഉള്ളു. എന്നൊക്കെ മട്ടുന്ന തരാം. തലയിൽ ഉമ്മ വയ്ക്കുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഉമ്മ പറ്റില്ല, കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ എടാ ഉണ്ണി അത് ആവണേല്ലേ, ചക്ക പഴുക്കട്ടെ എന്നിട്ട് തരാം. നോക്ക് ചക്ക പഴുത്തിട്ട് നമുക്ക് പഴുത്ത ചക്ക തിന്നണ്ട്, ചക്ക കൂട്ടാൻ കൂട്ടണ്ട്. ഏത് അത് ആയിട്ടില്ല ഉണ്ണിയേ. അത് പഴുത്തിട്ട് തരാട്ടോ. ഒരു ചക്കയ്ക്ക് 500 രൂപ. ഞങ്ങൾ നാളെ ചക്ക വെറുതെ
അമ്മയുടെ പണിസ്ഥലത്തേക്ക് പോയി പറഞ്ഞില്ലേ. അപ്പം അമ്മ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ചക്ക വേണമെങ്കിൽ വാങ്ങിയിട്ട് പോവാ പറഞ്ഞിട്ട് അവിടെ വിൽക്കാൻ വെക്കുന്നുണ്ട് പറഞ്ഞു. ഒന്നിന് 500 രൂപയ്ക്ക് വേണ്ട പറഞ്ഞു ഞാൻ. അപ്പം അതാ തേങ്ങ അരച്ച് പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെയുള്ള കറിയല്ല കേട്ടോ. അതാണ്ടോ ഇനി മിക്സിയിൽ അരയ്ക്കുമ്പോൾ മറ്റേ മിക്സിയിൽ കൊണ്ടുപോയി അരയ്ക്കേണ്ടി വരും. മല്ലിപ്പൊടി ഞാൻ ഒന്നും ഇതിൽ മല്ലി ഇട്ടിട്ടുണ്ട്, കുറച്ച് കറി മതി. അതാ നമ്മുടെ കറി കണ്ടോ. മോട്ടർ എടുത്തിട്ട് ആ അതാ കറി ആയിട്ടോ. നമ്മളത് ഉള്ളിക്ക് വെക്കട്ടെ. വെയിൽ വന്നു ഇവിടെ. മോട്ടർ നിർത്ത്. ഞാൻ നിർത്താം. എന്താ വാരിയിടല്. അല്ല കുട്ടിയോട് ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ അവിടെ അടിക്കാൻ. മുറ്റം മാത്രം അടിച്ചോളൂ കേട്ടോ. അവരടിച്ചോരി തുടക്കട്ടെ. അവരായില്ലേ. പക്ഷെ അടിച്ചോരി തുടക്കുകയൊക്കെ ചെയ്യും. താഴത്തെ നമ്മുടെ അടുക്കളല്ലേ അവിടെ ചെയ്യില്ല. അവിടെ എന്താ വെച്ചാൽ ആ ഷീറ്റൊക്കെ വലിച്ചിങ്ങോട്ട് ഇടണമല്ലോ. അപ്പോൾ അത് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ ചെയ്യില്ല. അത് മാത്രം ചെയ്യില്ല. ഞാൻ എന്നിട്ട് പറയും ഒരാൾ അടിക്കുക, ഒരാൾ തുടയ്ക്കുക. അച്ചു ബാത്റൂം കഴുകും, അമ്മ ഇപ്പുറത്തെ ബാത്റൂം കഴുകും പറഞ്ഞ് ചില സമയത്ത് കുറച്ച് കേട്ടേ അറിയാം. ഞാൻ പറയാം ഒരു സമയത്ത് നമുക്ക് ഈ അടിക്കലും തുടയ്ക്കലൊക്കെ ഒരു വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു അടിക്കലും തുടയ്ക്കലൊക്കെ നമ്മൾ രാവിലെ തന്നെ ചെയ്യണ്ടേ. അത് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം, വൈകുന്നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യൂട്ടോ. പിന്നെ നമ്മുടെ അവിടുത്തെ വിറകാല പൊളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. വിറകാല പൊളിക്കാത്ത എന്താണെന്നറിയോ, നമുക്ക് അവിടെ മഴ സമയമാകുമ്പോൾ വിറക് അതിലാണ് നമുക്ക് വിറക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം അത് നേരെ പൊളിച്ച് കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറയണേ അത് പറ്റില്ല. നമുക്ക് ആകെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ വീട് നിങ്ങൾക്ക് എല്ലാം കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലങ്ങൾ ചെറുതാണ്, കുറച്ച് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പം അതും കൊണ്ട് പൊളിച്ച് ഇനി സൈഡൊക്കെ മറയ്ക്കണം. അതിനി മഴ സമയം വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും വിറകൊക്കെ വാങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതാണ്ടോ ചട്ടിയിലിരുന്നതാവണത് കറിവേപ്പില. കേട്ടോ അത് കാരണമാണ് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ കൂട്ടാനും ഉപ്പേരിയായിട്ടോ. ഇപ്പം നല്ല വെയിലും വന്നു. വെയിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി കഴിയും. ചില ആൾക്കാരില്ലേ അമ്മ, നിങ്ങൾ വീട് വെച്ചിട്ട് പിന്നെ എന്താ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് മാറിക്കൂടെ, അതൊക്കെ പാത്രം തരും പറയണേ. അതിനിപ്പോ എന്താ ആ വീട് ഈ വീടായിട്ട് ഇപ്പൊ എന്താ മാറ്റം? തൊട്ട് വീട്. പിന്നെ ഇപ്പൊ എവിടെയെങ്കിലും എത്തിനെ ഉണ്ടാക്കണ്ടോ? രണ്ടോടത്ത് ഉണ്ടാക്കി ഒരു ദിവസത്തെ ആളെന്നെ എപ്പോഴും ഉള്ളൂ. സന്തോഷത്തോടെ ജീവിച്ചാ പോരല്ലേ. ആരോഗ്യം ഇല്ലാണ്ട് കഴിഞ്ഞാ മതി. അതല്ലേ വേണ്ടത് അല്ലേ. ഇന്നോടത്ത് ഉണ്ടാക്കണം, ഇന്ന പോലെ കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. തമ്മിത്തല്ലില്ലാണ്ടിരുന്നാൽ തന്നെ അതിനെ വലിയ സന്തോഷം. ഇത് അങ്ങടും ഇങ്ങടും എനിക്ക് ഇഞ്ചോടക്ക് വരണ്ട, ഞാൻ നല്ലോടക്ക് വരണ്ട എന്ന് പറഞ്ഞ് കണ്ടാമുണ്ടാണ്ട് അലോഗ്യമായിട്ട് കഴിയുക നല്ലത്. അത് ഉള്ളതും കൊണ്ട് സന്തോഷമായി കഴിയുക നല്ലത്. എന്തൊക്കെ ആൾക്കാർ പറയുന്നത് പറഞ്ഞിട്ടാ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചിരിയും വരും. അപ്പം പറയാണ്, ഞാൻ പറയാം ഇനിയിപ്പോൾ നിങ്ങൾ എന്താ നാളത്തെ ഇതിൽ പറഞ്ഞു തന്നേ, ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് വെച്ചാൽ കെട്ടിയിട്ട് തോന്നുക വെച്ചാൽ കെട്ടിയിട്ടൊക്കെ തന്നെയാണ് എന്താ ചെയ്യുക. ലമ്മ എന്താ പറയാ കറി നോക്കി നോക്ക്. കറി കാണാൻ നല്ല രസമല്ലേ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ ലമ്മ. ഇപ്പോഴല്ലേ വണ്ടക്കയും മുരിങ്ങക്കായൊക്കെ അത് കൂടെ കൂട്ടാൻ തുടങ്ങി. മുമ്പേ പണ്ടൊക്കെ അങ്ങനത്തെ കറി തന്നെ ഉണ്ടായിരിക്കും. അത് സാമ്പാർ എന്താ കൂട്ടാൻ? ഇന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളിയൊക്കെ സാമ്പാറാണ്. ഇപ്പൊ അത് മാത്രം വെച്ചാ എന്താ
ഇന്നിപ്പോ വേറെ ഒന്നുമില്ല ഇന്ന് കൊത്തമരക്കും പിന്നെ കൊത്തമരക്കും കായും പാടെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ട്, പിന്നെ അച്ചാറുണ്ട്, മീനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എന്തായാലും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് ഉണക്കൽ എന്തെങ്കിലും വാങ്ങാല്ലേ. ഇപ്പൊ കൊറേ കാലത്ത് നിന്ന് ഇങ്ങനെ എല്ലാം കൂട്ടിയിരുന്നേ വെക്കുള്ളൂ. മുമ്പേയൊക്കെ വല്ല വിശേഷത്തിനും കൂടി ഇങ്ങനെ ഉള്ള കറി തന്നെ നല്ല കൂട്ടാനായിരിക്കും. എന്താ വെച്ചാൽ അപ്പം ഒന്നും ഇങ്ങനെ ദിവസവും അതൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പുളി ഒക്കെ ആയിരിക്കില്ലേ. ഇതിങ്ങനെ വെക്കുമ്പോ അത് ഉണ്ടായിരിക്കും രസം. ഈ ചക്കക്കുരു കൊണ്ട് കുറച്ചായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉള്ളിയും കിഴങ്ങ് മാത്രം വെക്കാത്തത്. നമ്മളിവിടെ കുറച്ചായിട്ട് വെച്ചിട്ട് കുമ്പളങ്ങ മുരിങ്ങക്കായ വെണ്ടക്ക എന്തെങ്കിലും കൂട്ടിയിട്ടല്ലേ വെക്കല്. ഇല്ലെങ്കിൽ വെള്ളപ്പയർ കൂട്ടൂലമ്മ. ഇന്നിപ്പോ ഒന്നുമില്ല. വെള്ളപ്പയർ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ വെള്ളപ്പയർ കൂട്ടണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കട്ടെ പറഞ്ഞിട്ട് കുറേ വെച്ചിട്ട് അപ്പം അങ്ങനെ വെച്ചതാ. മീൻ വാങ്ങാൻ രാവിലെ മീൻ വാങ്ങണം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്ന് ഇങ്ങനെ വെച്ച് നോക്കാം, ഇടയ്ക്കിപ്പോൾ ഇങ്ങനെയും വേണമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം.